ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ജാവ പ്രോഗ്രാമിംഗ് ലെക്ചർ സീരീസിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എവറിത്തിങ് മസ്റ്റ് ബി ഇൻസൈഡ് എ ക്ലാസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജാവ ഈസ് എ ട്രൂ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ജാവ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആണ്. ആൻഡ് നമ്മൾ ആ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു ഇറ്റ് ഈസ് ക്ലാസ് ബേസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ ജാവയിൽ എന്ത് കോഡ് എഴുതുകയാണെങ്കിലും അതൊരു ക്ലാസിന്റെ ഉള്ളിലായിരിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. എവറിത്തിങ് മസ്റ്റ് ബി ഇൻസൈഡ് എ ക്ലാസ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് ഡിക്ലെയർ ചെയ്യുന്നത് ഒരു ക്ലാസ് ആണ്, ഓർത്ത് വെക്കുക. അപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ആണ്, റിസർവ്ഡ് വേർഡ് ആണ് ക്ലാസ്. അതിന്റെ മുമ്പ് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ പബ്ലിക് എന്നുള്ളത് ആക്സസ് സ്പെസിഫയർ ആണ്, അല്ലെങ്കിൽ ആക്സസ് മോഡിഫയർ ആണ്. ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പബ്ലിക് ഇവിടെ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്സസിബിൾ ടു ഓൾ അതർ ക്ലാസസ്. ദാറ്റ് ഈസ് ദ പോയിന്റ്. നിങ്ങളിവിടെ പബ്ലിക് ആയി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്ഷണൽ ആണ്. നിങ്ങളിവിടെ പബ്ലിക് തന്നെ കൊടുത്തോളന്നില്ല. പക്ഷെ ഈ പബ്ലിക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസ് ആക്സസിബിൾ ടു ഓൾ അതർ ക്ലാസസ്. ദാറ്റ് ഈസ് ദ പോയിന്റ്. ഓക്കെ, ദെൻ നമ്മളിവിടെ ക്ലാസ് എന്ന് കൊടുത്തു. എക്സാമ്പിൾ എന്നുള്ളത് ഈ ക്ലാസിന്റെ നെയിം ആണ്. നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസിന്റെ പേരാണ് എക്സാമ്പിൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇറ്റ് ഷുഡ് ബി എനി വാലിഡ് ജാവ ഐഡന്റിഫയർ. ഇതൊരു വാലിഡ് ആയിട്ടുള്ള ജാവ ഐഡന്റിഫയർ ആയിരിക്കണം. അതാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ. പിന്നെ ഈ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ കൊടുക്കാറുണ്ട്. അത് സ്റ്റാൻഡേർഡ് ആണ്, നിർബന്ധമല്ല, മാൻഡാറ്ററി അല്ല. പക്ഷേ പൊതുവെ നമ്മൾ ചെയ്യാറുള്ളത് ഇങ്ങനെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിട്ടാണ്, ക്ലാസ് നെയിമിന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിട്ടാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അതിന്റെ ഉള്ളിൽ വരുന്നതെല്ലാം ജാവ കോഡാണ്. ഇതും ജാവ കോഡ് തന്നെയാണ്, പക്ഷെ എല്ലാം നമ്മളൊരു ക്ലാസിന്റെ ഉള്ളിലായി സെറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. ദെൻ നമ്മൾ അടുത്തത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ മെത്തേഡ് ആണ്. മെയിൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏത് പ്രോഗ്രാമും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ മെത്തേഡിലൂടെയാണ്. അപ്പോൾ ഏത് പ്രോഗ്രാമിലും നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു മെത്തേഡാണ് മെയിൻ മെത്തേഡ്. ഒരു ക്ലാസ്സിന്റെ ഉള്ളിൽ ഒരുപാട് മെത്തേഡ് ഉണ്ടാവാം. ഒരു ജാവ പ്രോഗ്രാമിംഗിൽ നമ്പർ ഓഫ് മെത്തേഡ്സ് ഉണ്ടാവാം. പക്ഷെ അതിൽ ഒന്ന് നിർബന്ധമായിട്ട് എന്തായിരിക്കണം? മെയിൻ മെത്തേഡ് ആയിരിക്കണം. മെയിൻ മെത്തേഡ് ആയിരിക്കണം. കാരണം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ മെത്തേഡിൽ നിന്നാണ്. പോയിന്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതാണ് നോക്കാനുള്ളത്. അപ്പൊ അതിന്റെ ആദ്യം നമ്മൾ കൊടുത്തു പബ്ലിക്. അപ്പൊ ഞാൻ പറഞ്ഞു പബ്ലിക് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്സസ് മോഡിഫയർ ആണ്, അല്ലെങ്കിൽ ആക്സസ് സ്പെസിഫയർ ആണ്. ഇവിടെ പബ്ലിക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെയിൻ മെത്തേഡ് ഈസ് ആക്സസിബിൾ ടു ഓൾ അതർ ക്ലാസസ്. എല്ലാ ക്ലാസ്സിലും ആക്സസ് ചെയ്യാൻ പറ്റും. മെയിൻ മെത്തേഡ് പബ്ലിക് ആവണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ മെയിൻ മെത്തേഡിനെ കോൾ ചെയ്യുന്നത് ആരാണ്? ജാവ വെർച്വൽ മെഷീൻ ആണ്. റൺ ചെയ്യുന്ന സമയത്ത് കോൾ ചെയ്യുന്നത് ആരാണ്? ജാവ വെർച്വൽ മെഷീൻ ആണ്. അപ്പൊ അതിൽ ഈ ഒരു സിൻടാക്സ് സ്ട്രിക്റ്റ് ആണ്. ഇത് നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾ മാറ്റം വരുത്തിയാൽ നിങ്ങളെ ഔട്ട്പുട്ട് എറർ ആയിരിക്കും, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. അതുകൊണ്ട് പബ്ലിക് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം. ഓക്കെ, ഇപ്പൊ പബ്ലിക് എന്തിനാണ് കൊടുക്കുന്നത്? മെയിൻ ഫംഗ്ഷൻ ഈസ് ആക്സസിബിൾ ടു ഓൾ അതർ ക്ലാസസ്. ദാറ്റ് ഈസ് ദ പോയിന്റ്. ദെൻ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നു സ്റ്റാറ്റിക്. രണ്ടാമതാണ് സ്റ്റാറ്റിക്. ഇവിടെ സ്റ്റാറ്റിക് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഈ മെയിൻ മെത്തേഡ് കോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എക്സാമ്പിൾ എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആക്ച്വലി ഈ മെത്തേഡ് എന്ന് പറയുന്നത് ക്ലാസിന്റെ മെത്തേഡാണ്. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റാറ്റിക് മെത്തേഡ്. ഇപ്പൊ നിങ്ങൾ സ്റ്റാറ്റിക് ആയിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിൻ മെത്തേഡിനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും സ്റ്റാറ്റിക് ആക്കിയിരിക്കണം. കാരണം ഇത് എല്ലാ ഒബ്ജക്റ്റിനും ഇത് ബാധകമാണ്. മെയിൻ മെത്തേഡ് ബാധകമാണ്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ മെത്തേഡ് അല്ല മെയിൻ എന്നുള്ളത്. അപ്പൊ മെയിൻ മെത്തേഡ് നിർബന്ധമായിട്ടും സ്റ്റാറ്റിക് ആക്കണം. കാരണം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ, ഇവിടെ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നമ്മൾ ഒരൊറ്റ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു എക്സിക്യൂഷൻ സാധ്യമാവണം. ദാറ്റ് ഈസ് ദ പോയിന്റ്. നെക്സ്റ്റ് വോയിഡ് എന്നുള്ളതാണ്. വോയിഡ് അത് നിങ്ങൾക്കറിയാം, റിട്ടേൺ ടൈപ്പ് ആണ്. റിട്ടേൺ ടൈപ്പ് അതായത് മെയിൻ മെത്തേഡ് എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്.
ഇപ്പൊ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, നള്ളാണ്. മെയിൻ മെത്തേഡ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വോയിഡ് എന്ന് മാറ്റിയിട്ട് ഇന്റ് എന്ന് കൊടുക്കാൻ പാടില്ല. വോയിഡ് എന്ന് മാറ്റിയിട്ട് ഇന്റ് എന്ന് കൊടുക്കാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ആക്ച്വലി JVM ആണ് ഇത് കോൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ജാവ സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് വോയിഡ് തന്നെ ആയിരിക്കണം. ഈ റിട്ടേൺ ടൈപ്പ്, മെയിൻ മെത്തേഡിന്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് തന്നെ ആയിരിക്കണം. അവിടെ ഒരു വാല്യൂവും റിട്ടേൺ ചെയ്യുന്നില്ല. പോയിന്റ് ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് മെയിൻ ആണ്. മെയിൻ എന്നുള്ളത് നിങ്ങൾക്കറിയാം, മെയിൻ മെത്തേഡ്. ഓക്കെ, മെത്തേഡിന്റെ പേര് മെയിൻ എന്നുള്ളതാണ്. ഇനി ഈ മെയിൻ എന്നുള്ളത് നിങ്ങൾക്ക് ക്യാപിറ്റൽ MAIN ഇങ്ങനെ എഴുതാൻ പാടില്ല. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം ഇറ്റ് ഈസ് കേസ് സെൻസിറ്റീവ് ആണ്. ഓൾറെഡി ഇങ്ങനെ തന്നെയാണ്, തെറ്റിക്കാൻ പാടില്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ മാറി എന്ന് വിചാരിക്കുക. അതായത് സ്റ്റാറ്റിക് പബ്ലിക് വോയിഡ് മെയിൻ ആണ് എങ്കിലും വർക്ക് ചെയ്യും. അതായത് സ്റ്റാറ്റിക് പബ്ലിക് എന്നാണെങ്കിലും പബ്ലിക് സ്റ്റാറ്റിക് എന്നാണെങ്കിലും കുഴപ്പമില്ല. ആ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. പോയിന്റ് ഓർത്ത് വെക്കുക. വോയിഡ് എന്നുള്ളത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഓർഡർ മാറുന്നത് കൊണ്ട് പ്രശ്നമില്ല. പബ്ലിക് സ്റ്റാറ്റിക് ആണെങ്കിലും സ്റ്റാറ്റിക് പബ്ലിക് ആണെങ്കിലും കുഴപ്പമില്ല. ആ പോയിന്റും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ഇതാണ് ആർഗ്യുമെന്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. പാരാമീറ്റർ ആണ്, ആർഗ്യുമെന്റ് ആണ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. ഇപ്പൊ നിങ്ങൾ C പഠിക്കുന്ന സമയത്ത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അവിടെ നള്ളായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിർബന്ധമായിട്ടും, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നിർബന്ധമായിട്ടും ഇങ്ങനെ ഒരു പാരാമീറ്റർ ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കണം, ആർഗ്യുമെന്റ് കൊടുത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അവിടുത്തെ പോയിന്റ്. കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ്, കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെ, ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുന്നത്, ഇപ്പൊ കമാൻഡ് പ്രോംപ്റ്റ് വഴി കമ്പൈൽ ചെയ്യുകയാണെങ്കിൽ ജാവാസി സ്പേസ് ഇട്ടതിന് ശേഷം എക്സാമ്പിൾ ഡോട്ട് ജാവ, ജാവാസി എക്സാമ്പിൾ ഡോട്ട് ജാവ, ഇതാണ് കമ്പൈലേഷൻ സ്റ്റെപ്പ്. ജാവാസി എക്സാമ്പിൾ ഡോട്ട് ജാവ. ദെൻ അടുത്ത റൺ ചെയ്യുന്ന സ്റ്റെപ്പാണ്, എക്സിക്യൂഷൻ സ്റ്റെപ്പാണ് ജാവ എക്സാമ്പിൾ. ഓക്കെ, ഇത് ഈ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും വാല്യൂ കൊടുക്കാന്ന് വിചാരിക്കാം. റൺ ചെയ്യുന്ന സമയത്ത് കമാൻഡ് പ്രോംപ്റ്റിൽ എന്തെങ്കിലും വാല്യൂ കൊടുക്കുകയാണ്. ആ വാല്യൂ നേരെ ഇങ്ങോട്ടാണ് വരുന്നത്, ഈ സ്ട്രിംഗ് അറേയിലേക്കാണ് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്ട്രിംഗ് ARGS. അപ്പൊ ഇത് ഇവിടെ സ്ട്രിംഗ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്, ആക്ച്വലി ഡിഫൈൻഡ് ആണ് അത്. ഈ സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് അറേ ആണ്, സ്ട്രിംഗ് അറേ ആണ്. എന്തുകൊണ്ട് സ്ട്രിംഗ് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ബേസിക് ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള, ബേസിക് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള ഇന്റ്, CHAR, ഫ്ലോട്ട്, ഡബിൾ, ഇങ്ങനത്തെ ഒക്കെ ഇതിലേക്ക് പാർസ് ചെയ്യാൻ ഈസിയാണ്. പാർസ്, ഇന്റ്, പാർസ്, അങ്ങനെ പാർസ് ചെയ്യും. അങ്ങനെ പാർസ് ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ട് ആണ് ഇവിടെ സ്ട്രിംഗ് അറേ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ഡിഫൈൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റാനുള്ള വകുപ്പില്ല, സ്ട്രിംഗ് അറേ തന്നെ ആയിരിക്കണം. സ്ട്രിംഗ് എന്നുള്ളത് മാറ്റാനുള്ള വകുപ്പില്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കണം. സ്ട്രിക്റ്റ് സിന്റാക്സ് ആണ്. പിന്നെ ARGS എന്നുള്ളത്, ഈ ARGS എന്നുള്ളത് ഒരു വാലിഡ് ജാവ ഐഡന്റിഫയർ ആണ്. നമ്മൾ എല്ലാ പ്രോഗ്രാമിലും ARGS എന്നാണ് കാണാറുള്ളത്. അത് നിങ്ങൾ A എന്നെടുത്താലും X എന്നെടുത്താലും Y എന്നെടുത്താലും എന്തെടുത്താലും, ഹായ് എന്നെടുത്താലും ഏതെടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അതായത് നിങ്ങൾ ഇതിന് പകരം സ്ട്രിംഗ് ABC, സ്ട്രിംഗ് ABC, ഇതിനുള്ളിൽ ARGSന് പകരം ABC ആണ് കൊടുത്തിരിക്കുക. ഇതും ശരിയാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇനി അതല്ല, നിങ്ങൾ ARGS തന്നെ നിങ്ങൾ സ്ട്രിംഗ് കഴിഞ്ഞ് ARGS എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു, ഇതും ശരിയാണ്. ഇനി സ്ട്രിംഗ് കഴിഞ്ഞൊരു സ്പേസ് ഇട്ടതിന് ശേഷം നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം ARGS എന്ന് കൊടുത്തു, ഇതും ശരിയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഈ ഒരു സിന്റാക്സിൽ വരുത്താൻ പാടുള്ളൂ. ഇറ്റ് ഈസ് സിഗ്നേച്ചർ ആണ്, ആക്ച്വലി ഇറ്റ് ഈസ് സിഗ്നേച്ചർ ആണ്. ഓക്കെ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, സ്ട്രിംഗ് ARGS നമ്മൾ കോമൺ ആയിട്ട് ARGS ആണ് ഉപയോഗിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ എന്ന് പറഞ്ഞാൽ, വേരിയബിൾ മീൻസ് ജാവ വാലിഡ് ഐഡന്റിഫയർ, എനി വാലിഡ് ജാവ ഐഡന്റിഫയർ ആയിരിക്കണം. ഓക്കെ, അത്രയാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്, കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാരാമീറ്റർ കൊടുക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ അതിൻ്റെ ഉള്ളിൽ, ആ മെത്തേഡിന്റെ ഉള്ളിൽ നമ്മൾ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. system.out.println
ഹലോ വേൾഡ്. അതായത് നമ്മുടെ കൺസോൾ ഔട്ട്പുട്ടിൽ എന്താ ഉണ്ടായിരിക്കുക? ഹലോ വേൾഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഹലോ വേൾഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് ആക്ച്വലി സിമിലർ ടു printf സ്റ്റേറ്റ്മെന്റ് ഇൻ സി. printf സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, printf. അപ്പൊ അതിന് അതേപോലെയുള്ള ഫംഗ്ഷൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് system.out.println. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, println എന്നുള്ളത് ആക്ച്വലി മെത്തേഡ് ആണ്. println എന്നുള്ളത് മെത്തേഡ് ആണ്. ഔട്ട് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ സിസ്റ്റം എന്നുള്ളതോ ക്ലാസ് ആണ്. അപ്പൊ സിസ്റ്റം ക്ലാസ്, ആക്ച്വലി ഈ സിസ്റ്റം ക്ലാസ് ഉണ്ടായിരിക്കും ഒബ്ജക്റ്റ് ക്ലാസ്സിലാണ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇത്ര മനസ്സിലാക്കുക, സിസ്റ്റം എന്നുള്ളത് ക്ലാസ് ആണ്, ഔട്ട് എന്നുള്ളത് ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്. അതാണ് സിസ്റ്റം ഡോട്ട് ഔട്ട്. എന്നിട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ മെത്തേഡ് ആണ്. ഓക്കെ, ഇത് ഇൻബിൽറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇത്ര ഓർത്ത് വെക്കുക. ഈ പ്രിന്റ്എൽഎൻ എന്നുള്ളത് മെത്തേഡ് ആണ്, ഔട്ട് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്, സിസ്റ്റം എന്നുള്ളത് ക്ലാസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ലെറ്റർ നിർബന്ധമായിട്ടും, ഈ സിസ്റ്റം എന്നുള്ളത് ഇൻബിൽറ്റ് ക്ലാസ് ആണ്, അവിടെ എസ് എന്നുള്ളത് നിർബന്ധമായിട്ടും ക്യാപിറ്റൽ കൊടുക്കണം. ഈ സ്ട്രിംഗ് എന്നുള്ളിടത്ത് എസ് ക്യാപിറ്റൽ കൊടുക്കണം. അതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ഔട്ട്പുട്ട് കിട്ടില്ല, ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം, ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒറ്റ കാര്യം കൂടെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം. നിങ്ങൾ ഇങ്ങനെ ഒരു ലൈൻ കഴിഞ്ഞിട്ട് രണ്ട് ഫോർവേഡ് സ്ലാഷ് ഇട്ടതിന് ശേഷം എന്തെങ്കിലും നിങ്ങൾ എഴുതുകയാണ്. അപ്പൊ ഇതാണ് ആക്ച്വലി ജാവ കമന്റ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് കമന്റ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് മോർ റീഡബിൾ. ഈ ഒരു പ്രോഗ്രാം റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാക്കണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ഹലോ വേൾഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ പ്രോഗ്രാമർ ഇങ്ങനെ രണ്ട് ഫോർവേഡ് സ്ലാഷ് ഉപയോഗിച്ച് എഴുതുന്നത് എന്താണ്? കമന്റ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ പറയും സിംഗിൾ ലൈൻ കമന്റ്. ഒറ്റ ലൈനിലാണ് എന്നുള്ളത് സിംഗിൾ ലൈൻ കമന്റ്. സിംഗിൾ ലൈൻ കമന്റ്. ഓക്കെ, സിംഗിൾ ലൈൻ കമന്റ്. ഇതേപോലെ കമന്റിന്റെ മറ്റൊരു ടൈപ്പ് ആണ് മൾട്ടി ലൈൻ കമന്റ്. മൾട്ടി ലൈൻ കമന്റ് അത് ഒരു ഫോർവേഡ് സ്ലാഷ് ദെൻ ഒരു സ്റ്റാർ, ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഒരുപാട് ലൈനിൽ എഴുതാം, എത്ര ലൈൻ വേണമെങ്കിലും എഴുതാം. എൻഡ് ചെയ്യുന്നത് ഒരു സ്റ്റാറും ഒരു ഫോർവേഡ് സ്ലാഷും ആയിരിക്കും. അതായത് സ്ലാഷ്, ഫോർവേഡ് സ്ലാഷ്, സ്റ്റാർ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇഷ്ടമുള്ള കമന്റ്സ് എഴുതുന്നു, ദെൻ സ്റ്റാർ, ഫോർവേഡ് സ്ലാഷ്. അപ്പൊ ഇത് മൾട്ടി ലൈൻ കമന്റ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളൊരു ബ്ലോക്ക് ഓഫ് കമന്റ് എഴുതുന്നു, ഇത് ഇന്ന ഈ ഒരു പ്രോഗ്രാം മൊത്തം ഇന്നതിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് എഴുതുന്നു. അപ്പൊ അത് ഇങ്ങനെ ഒരുപാട് ലൈൻ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഈ രീതിയിലാണ് ഉപയോഗിക്കുക. അതായത് ഒരു ഫോർവേഡ് സ്ലാഷ്, സ്റ്റാർ, എൻഡ് ചെയ്യുന്നത് ഒരു സ്റ്റാർ, ഫോർവേഡ് സ്ലാഷ്. അതായത് ജാവ കമ്പൈലർ ഇഗ്നോർസ് ദിസ് കമന്റ്. നിങ്ങൾ പ്രോഗ്രാമിൽ എഴുതി കഴിഞ്ഞാലും കമ്പൈലർ ഓർ ഇന്റർപ്രറ്റർ ഈ ഒരു കമന്റിനെ എടുക്കുന്നില്ല. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മോർ റീഡബിൾ, ഒരു പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏത്? കമന്റ്സ്, ജാവ കമന്റ്സ്. അതുകൂടെ ഈ പ്രോഗ്രാമിന്റെ കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ രണ്ട് ടൈപ്പ് കമന്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, സിംഗിൾ ലൈൻ കമന്റ്, മൾട്ടി ലൈൻ കമന്റ്. അതിലൊരു ടൈപ്പ് കൂടെ ഉണ്ട്, അതാണ് ഡോക്യുമെന്റേഷൻ കമന്റ്. ഡോക്യുമെന്റേഷൻ കമന്റ് ഒരു ലൈൻ മാത്രമാണെങ്കിൽ അവിടെ നമ്മൾ സിംഗിൾ ലൈൻ ആണ്, ഒന്നിലധികം ലൈൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ മൾട്ടി ലൈൻ കമന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഡോക്യുമെന്റേഷൻ കമന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ടൈപ്പ് ഓഫ് കമന്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ HTML ഫയൽ ദാറ്റ് ഡോക്യുമെന്റ്സ് ദ പ്രോഗ്രാം. അപ്പൊ അവിടെ ഒരു HTML ഫയലാണ്. അപ്പോൾ ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട്, അതിനൊക്കെ വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഡോക്യുമെന്റേഷൻ കമന്റ് ആണ്. അപ്പോൾ അതിന്റെ ഒരു സിൻടാക്സ് ഈ രീതിയിലാണ്: ഒരു ഫോർവേഡ് സ്ലാഷ്, ദെൻ രണ്ട് സ്റ്റാർ, ഓരോ ലൈനിലും ഓരോ സ്റ്റാർ, നമുക്ക് ഇഷ്ടമുള്ള അത്ര ലൈന്, ദെൻ എൻഡ് ചെയ്യുന്നത് ഒരു സ്റ്റാറും ഒരു ഫോർവേഡ് സ്ലാഷും. ഇതാണ് അതിന്റെ ഒരു സിൻടാക്സ്. ഓക്കെ, അപ്പോൾ ഡോക്യുമെന്റേഷൻ കമന്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? To produce an HTML file that documents the program. HTML ഫയൽ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിന് ഒരുപാട് ടൂൾസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആവശ്യമില്ല. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് 3 ടൈപ്സ് ഓഫ് കമന്റ് ഉണ്ട്: സിംഗിൾ ലൈൻ, മൾട്ടി ലൈൻ, ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ ഉപയോഗിക്കുന്നത് ഒരു എൻറ്റയർ സോഫ്റ്റ്വെയർ പാക്കേജിനൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു കമന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡോക്യുമെന്റേഷൻ കമന്റ്. അപ്പോൾ അവിടെ HTML ഫയലാണ് ഉണ്ടായിരിക്കുക എന്നുള്ള പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു സിമ്പിൾ ജാവ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലെ ഓരോ ടേം എന്താണ്, എങ്ങനെയാണ് ഇത്
കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.